ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗ്രഹം. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ ബിരിയാണിക്ക് ബീഫാണ് എടുത്തേക്കണത്. ബീഫ് എടുത്തിട്ട് നമ്മൾ പച്ചമുളക്, പിന്നെ ഇവിടെ ചതച്ച് വെച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ചത് തന്നെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് പറിച്ചെടുത്ത ഇഞ്ചിയാണത്. എന്നിട്ട് സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് പുരട്ടി വേവിക്കാൻ വെച്ചേക്കണേന് ബിരിയാണിയുടെ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. സവാളയാണ് ആദ്യം വാട്ടേണ്ടത്. അതിനാവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ, മിൽമയുടെ നെയ്യാണ് എടുത്തേക്കണം. നമ്മളിവിടെ എടുത്തേക്കണത് മിൽമയുടെ നെയ്യാണ്. അത് ആവശ്യത്തിന് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള, നമ്മൾ കൈയളവിനാണ് സവാള എടുത്തേക്കുന്നത്. ഇനി സവാള ഇവിടെ കിടന്ന് നന്നായിട്ട് വരണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാടല്ല, ഗോൾഡൻ ഫ്രൈ ആയിട്ട് എടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഇത് മൊരിയാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. ഇത് നന്നായിട്ട് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നന്നായിട്ട് വാടണം. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതായി വന്നു കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഇഞ്ചി, നന്നായിട്ട് വാട്ടുക, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി, ഇത് നന്നായിട്ട് വാട്ടുക. ഇച്ചിരി തക്കാളി, ആയിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് ബിരിയാണി മസാല, ഒരു സ്പൂൺ ബിരിയാണി മസാലയും ഒരു സ്പൂൺ ഗരം മസാല. നന്നായിട്ട് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ബിരിയാണി അരി, നമ്മൾ അലിബാബയുടെ അരിയാണ് എടുത്തത്. കഴിഞ്ഞിട്ടേ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കുക. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ അരച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വാട്ടി കൊടുക്കുക. സവാള ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിൽ ഒരു സ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇച്ചിരി മീറ്റ് മസാല, ഇത്രയും പൊടികൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി, അതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയില നന്നായിട്ട് യോജിപ്പിക്കും. നമ്മുടെ ബിരിയാണി സിമ്മിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ബീഫ്
നല്ല അടിപൊളി ബീഫ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ റൈസും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിൻ്റെ പരിപാടി നോക്കാം. ഇനി ഫൈനൽ ടച്ചപ്പിൻ്റെ പരിപാടിയാണ്. നമ്മൾ നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാലൻസ് നമ്മൾ വെച്ചിട്ടുള്ള മല്ലിയില അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നമ്മൾ വറുത്തത്. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓർക്കും ഞങ്ങളെന്താ കശുവണ്ടിയും മുന്തിരി ഒന്നും ഇടാതിരുന്നതെന്ന്. കാരണം ഇവിടെ ആരും കഴിക്കാറില്ല. വെറുതെ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളത് ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക.